ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലൊന്നും എന്നെ കാണിക്കുന്നില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയുടെ വീഡിയോ ആയതുകൊണ്ട് എന്നെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാനൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേർക്കെല്ലാം ചിക്കൻ ബിരിയാണി ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഒത്തിരി ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, ബിയാണേലും പറയുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവളെ പറ്റിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി ഞായറാഴ്ചയാണ്, ചേട്ടായി വീട്ടിലുള്ള ദിവസമാണ്. അപ്പം ഞാൻ ഓർത്തുന്ന ഇച്ചിരി കാര്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ ബിരിയാണി ചെയ്യുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുകയും വേണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദം ബിരിയാണി വെക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സവോള, പിന്നെ മുന്തിരി, കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു 6 സവോള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഭാഗം, ഒരു പകുതി സവോള നമുക്ക് ബിരിയാണിക്കകത്തിടാനും പകുതി സവോള നമ്മൾ ചിക്കൻ തയ്യാറാക്കുമ്പോൾ അതിൽ പൊരിച്ച സവോള ഇടാൻ വേണ്ടിയാണ് ഈ ഒരു 6 സവോള ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ 1.5 കിലോ അരിയുടെ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ സവോളയൊക്കെ ഒത്തിരി അരിയണമല്ലോ. ഇപ്പോൾ ഇത് കൂടാതെ ചിക്കൻ തയ്യാറാക്കാനായിട്ട് വേറെ അല്ലാത്ത സവോളയും കൂടെ വേണം, വറുത്ത സവോള അല്ലാതെ. അപ്പം ഇഷ്ടംപോലെ സവോള വേണ്ടതുകൊണ്ട് ഞാൻ ഇതേപോലെ മിക്സിയുടെ ഇങ്ങനത്തെ ജാറിൽ ആണ് ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജാറിൽ ഞാൻ ഈ സവോള എല്ലാം അരിഞ്ഞെടുക്കാൻ പോവാണ്. അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് കണ്ടോ, നല്ല തിന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സവോള വറുക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് ഞാനൊരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സവോള മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഓവറായിട്ട് മൊരിഞ്ഞ് പോരുത്. ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം. സവോളയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനിയുള്ള സമയം നന്നായിട്ട് ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആവും. അപ്പോഴത്തേനും തന്നെ തീ ഓഫ് ചെയ്തിട്ട് കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി നിരത്തി ഇടണം. സവോള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലാവരുത്. നമുക്ക് കോരി വെക്കുമ്പം തന്നെ ആ ചൂടിലിരുന്ന് കുറച്ചും കൂടെ ഗോൾഡൻ ബ്രൗൺ ആകും. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം.
സവോള കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ചൂടിലിരുന്ന് നല്ല കറക്റ്റ് പാകത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പാകത്തിൽ തന്നെ കോരാൻ ശ്രദ്ധിക്കണം. നമുക്കിനി സവോള വറുത്ത് കോരിയ ആ എണ്ണയിലോട്ട് കപ്പലണ്ടിയും മുന്തിരിയും കൂടെ വറുത്ത് കോരാം. സവോള വറുത്ത് കോരിയ അതേ എണ്ണയിലോട്ട് ഞാൻ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ചെറിയ ബ്രൗൺ ആകുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മുന്തിരി ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കപ്പലണ്ടിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആകും. അതൊരു ബബിൾസ് ആയിട്ട് വരുമ്പം തന്നെ ഗ്യാസ് നിർത്തി വെച്ച് കോരിയെടുക്കണം. ബബിൾസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് നിർത്തി വെക്കുവാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൂടെ ഒരു പാത്രത്തിലോട്ട് കോരിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ സബോള വറുത്ത് കോരി മാറ്റി വെച്ചു. അതേ എണ്ണയിലോട്ട് കപ്പലണ്ടിയും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെച്ചു. ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നിങ്ങളുടെ അരിയുടെയും ചിക്കൻ്റെയൊക്കെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം. എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉള്ളിയും കപ്പലണ്ടിയും മുന്തിരിയും എല്ലാം വറുത്ത് കോരിയ ആ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒന്നുമല്ല, ഈ പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിൽ നിൽക്കേണ്ടത്. ബിരിയാണിക്ക് നമ്മൾ ഈ എരിവാണ് കൂടുതലും ചേർക്കുന്നത്. കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമ്മളിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവോളയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും കൂടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തക്കാളി ഇച്ചിരിയും കൂടെ ഒന്ന് ഉടഞ്ഞു വരാനുണ്ട്. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അന്നേരം പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും.
തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം കൂടെ അവിടെ ഇരുന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് റൈസിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ചെരുവത്തിലോട്ട് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ബിരിയാണിയുടെ റൈസ് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്, വറ്റിച്ചല്ല എടുക്കുന്നത്. വറ്റിച്ച് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം ഇടാം. ബിരിയാണിയുടെ ചോറ് വെക്കുന്നതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി ഞാൻ ഒരു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്, 3 തക്കോലം എടുത്തിട്ടുണ്ട്, കുറച്ച് കറുവാപ്പട്ട, പെരിഞ്ചീരകം, ഒരു 1/4 സ്പൂണ് അടുത്ത് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചിക്കന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. തക്കാളി, സവോള എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ് നമ്മൾ എരിവിന് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും മസാലകൾ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു ബിരിയാണിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും. പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തെങ്കിലും ഒരു 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് ആ പച്ചക്കുത്തെല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 പിടി സവോള ചേർത്ത് കൊടുക്കാം. ആ വറുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതിലോട്ടും കൂടെ ചേർക്കാനാണ് വറുക്കുന്നതെന്ന്. അപ്പം അതിൽ നിന്ന് ഒരു പകുതി സവോള ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ല രുചിയായിരിക്കും. ആ മസാലയൊക്കെ കഴിക്കാൻ തന്നെ നല്ല രുചിയായിരിക്കും. വറുത്ത് വെച്ച സവോള ആയതുകൊണ്ട് ഒത്തിരി നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇതിലോട്ട് നമുക്ക് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് നമുക്കിനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ബിരിയാണിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഒരല്പം തൈര് ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം മുഴുത്ത പീസ് ഇറച്ചിയാണ്. ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. തൈരും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിക്കും. കുറച്ച് വെള്ളം ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്ന് ആവട്ടെ. ഒരു 15 മിനിറ്റ് വെന്താൽ മതി, ബാക്കി ദമ്മിൽ കിടന്ന് വെന്തോളും. നമുക്ക് അന്നേരത്തേന് ചോറിൻ്റെ കാര്യം നോക്കാം. ഇത് ഗോൾഡൻ കളറ് ബസ്മതി അരിയാണ്. ഇത് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ഊറ്റി നമുക്ക് ആ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ അറിയാം, തനി വെള്ള അരിയല്ല, ഇത് ഗോൾഡൻ ബസ്മതി അരിയാണ്. റേറ്റിൽ ഇതാണ് കൂടുതലെങ്കിലും ബിരിയാണി വെക്കുമ്പം കാണാനായിട്ട് മറ്റേ വെള്ള അരിയാണ് നല്ലത്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് തൊട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് ഒരുപിടി മുന്നിൽ നിൽക്കണം. ഒത്തിരി ഓവറായി പോകരുത്, ഒത്തിരി കുറഞ്ഞും പോകരുത്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുരുവൊക്കെ കളഞ്ഞിരിക്കുന്ന ഒരു പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്, കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയും ഓരോ ചോറായിട്ട് വേറിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ചോറ് ഒരു 80% വേവാകും വരെ വേവിക്കാം. ഒത്തിരി വെന്ത് പോകരുത്. നമുക്ക് ദം ചെയ്യുമ്പോൾ ബാക്കി 20% കൂടെ ആ ദമ്മിലിരുന്ന് വെന്തോളും. അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് ആവട്ടെ. നമുക്ക് ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കൻ കണ്ടോ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കരുത്, ഒത്തിരി വെള്ളമൊന്നുമില്ലല്ലോ, അടിയിലൊന്നും പിടിക്കാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനും ഒരു പകുതി വേവായാൽ മതി, രണ്ടും തമ്മിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും. ഇത്രയും വെള്ളം ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു, ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടെ ഉണ്ട്. ഒത്തിരി ഓവറായിട്ട് വെള്ളം കൂടി പോകരുത്, കാരണം ദം ചെയ്യുമ്പോൾ ചോറ് ഒത്തിരി മറ്റേ പായസവും ഒക്കെ ആയി പോകുന്ന പോലെ അവിഞ്ഞു പോകും. കറക്റ്റ് പാകത്തിൽ കിട്ടണമെങ്കിൽ ചോറിലും ചിക്കനിലും ഒന്നും ഒത്തിരി വെള്ളം കാണാൻ പാടില്ല. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. ചോറ് അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ പീസായതുകൊണ്ട് എല്ലായിടവും വേകണമല്ലോ. അപ്പോൾ അടിയിലുള്ള പീസ് മണ്ടയിലോട്ടും കൂടെ ആക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതേപോലെ ഹോളുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു കണ്ണാപ്പ ഉപയോഗിച്ച് കോരി മാറ്റാം.
ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു ഇതൊരു 1.5 കിലോ അരിയുണ്ട്. ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും ഇവിടെ മാത്രമല്ല ഞങ്ങളുടെ ചേട്ടൻ്റെ ഫാമിലി എല്ലാം ഉണ്ട്. എല്ലാവർക്കും കൂടെ കഴിക്കാനാണ് ഇത്രയും. ഇവിടെ തൊട്ടടുത്താണ് എൻ്റെ വീട്. എനിക്ക് അവിടെയും കൂടെ കൊടുക്കണം. ബിരിയാണിയുടെ പാത്രത്തിലിരുന്ന ചോറെല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് ഞാൻ ദം ചെയ്യുന്നത്. ചിക്കൻ കണ്ടില്ലേ, നല്ല ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ വെന്ത വെള്ളമാണ്. ഈ പാത്രത്തിൻ്റെ ആ ഒരു സൈസ് കുറവായതുകൊണ്ടാണ് ഒത്തിരി വെള്ളം ഉള്ളതുപോലെ തോന്നുന്നത്. ചിക്കൻ പകുതി വെന്തേ ഇരിപ്പുള്ളൂ. നമുക്കിനി ബാക്കി ദമ്മിൽ കിടന്ന് വേകണം. നമുക്ക് ചോറ് കോരി ആ പാത്രത്തിലോട്ട് ചിക്കൻ്റെ പകുതി ആക്കി കൊടുക്കാം. അപ്പം ചിക്കൻ്റെ പകുതി ഞാൻ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഊറ്റി വെച്ചിരിക്കുന്ന ഒരു പകുതി ചോറ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവോള വറുത്തത് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ കറിയിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. കളറിന് വേണമെങ്കിൽ കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയൊക്കെ ഒഴിക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇതിലോട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ചോറൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി പ്രസ് ചെയ്യാതെ പയ്യെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് സവോളയും വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും മുന്തിരിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ 5-6 പീസ് കൂടെ ബാക്കിയുണ്ട്. അതുകൂടെ ഞാൻ അതിൻ്റെ മണ്ടലായിട്ട് വെച്ച് കൊടുക്കുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നടുക്ക് ഫില്ല് ചെയ്തപ്പം ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മണ്ടയിലും കൂടെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പാത്രത്തിന് ചുറ്റും മൈദയുടെ മാവുണ്ടെങ്കിൽ അത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഞാനിപ്പം ഗോതമ്പിൻ്റെ ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് അതിന് മണ്ടയിൽ പാത്രം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. മൈദയാണ് കുറച്ചും കൂടെ നല്ലത്. മൈദ മാവ് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഗോതമ്പിൻ്റെ മാവാണ് ചുറ്റി വെച്ച് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ ഞാൻ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആവി വെളിയിൽ പോകാതിരിക്കാൻ. നേരിട്ട് ചൂട് തട്ടാതിരിക്കാനായിട്ട് ഞാനൊരു ദോശക്കല്ല് കൂടി വെച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ മണ്ടയിൽ പാത്രം വെച്ചേക്കുന്നത്. ദം ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി റൈസ് തുറന്ന് നോക്കാം. റൈസെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ആ റൈസ് ഇങ്ങനെ മണ്ടയിലോട്ട് പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അത് കറക്റ്റ് പാകത്തിലാണ്. അപ്പം റൈസ് വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നാരങ്ങാനീരെല്ലാം ഒഴിച്ചതുകൊണ്ട് കട്ട പിടിച്ചൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഈ ദം ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ദം ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ബിരിയാണിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വളരെ നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ദം ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണം. ഏതെങ്കിലും റെസിപ്പീസ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും.